സാറിൻ്റെ സ്റ്റാറ്റസിലേ മൻമോഹൻ സിംഗിനെ പറ്റിയിട്ട് എഴുതി കണ്ടു. അങ്ങനെ എന്താണ് എഴുതാൻ കാരണം? നമ്മുടെ സ്റ്റാറ്റസിൽ മൻമോഹൻ സിംഗിന്റെ എന്താ പറയാ, ആള് ഇന്ത്യൻ പ്രധാനമന്ത്രിയിലായിരുന്നേ. അപ്പൊ അദ്ദേഹം വിട വാങ്ങി. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ എഴുതിയപ്പോ അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചല്ലേ, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി, അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു എതിർപ്പുണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ ഭയങ്കരമായ എതിർപ്പ്, പ്രതിപക്ഷങ്ങളുടെ ഇടയിൽ വളരെ എതിർപ്പ്. പിന്നെ അദ്ദേഹം കാലാകാലങ്ങളിൽ ഇന്ത്യയുടെ ഇത്രയും കാലം നിലവിലുണ്ടായിരുന്ന നയത്തിനെതിരെയുള്ള നയത്തിലാണ് മുന്നോട്ട്. അപ്പൊ എല്ലാ മേഖലയിൽ നിന്നും അങ്ങേർക്കെതിരെ എതിർപ്പുകളുടെ ഒരു കൂടാരമായിരുന്നു. എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം തിരിച്ച് മറുപടി പറയാനോ അതിനെ ന്യായീകരിക്കാനോ ഒന്നും അയാള് നിന്നില്ല. അദ്ദേഹം ചെയ്യേണ്ട വർക്ക് 100% സത്യസന്ധമായി, ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ വർക്ക് അദ്ദേഹം ചെയ്യും. ഇന്ത്യയുടെ എന്താ പറയാ, സാമ്പത്തികമായിട്ട് ഇന്ത്യ വല്ലാത്ത അവസ്ഥയിൽ പോയിരുന്ന അവസ്ഥയിൽ ഇന്ത്യയെ സാമ്പത്തിക രംഗത്ത് പിടിച്ചു ഉയർത്തുകയാണ് അദ്ദേഹം ചെയ്തത്. അവസാനം അദ്ദേഹം വിരമിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയധികം ആളുകൾ എതിർപ്പ് പറയുന്നു, മാധ്യമങ്ങൾ എതിരാവുന്നു, പാർട്ടിക്കാരെതിരാവുന്നു, എന്താ പറയാ, പ്രതിപക്ഷം എതിരാവുന്നു, ആളെ പറ്റി ട്രോളുകൾ ഇറങ്ങുക വളരെയധികം, ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, ഒന്നിനും കഴിവില്ലാത്ത ആളാണ്. പക്ഷെ അദ്ദേഹം ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്, കാലം തെളിയിക്കും, ചരിത്രം എന്നെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രസക്തി, ചരിത്രം എന്നോട് നീതി കാണിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വിട വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എന്ത് സംഭവിച്ചു? ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങള്, ഇന്ത്യയിലുള്ള എല്ലാ ചാനലുകള്, ലോകരാഷ്ട്രങ്ങളിലെ എല്ലാ നേതാക്കന്മാര്, ഇന്ത്യയിലെ ഭരണപക്ഷം, പ്രതിപക്ഷം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞവർ, വിമർശിച്ചു, എല്ലാ ആളുകളും ഒരുപോലെ അദ്ദേഹത്തെ പുകഴ്ത്തേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന്, സർക്കാരിനും പ്രതിപക്ഷത്തിനും ലോകത്തിനും അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഇന്ത്യയിലുള്ള ചേഞ്ചസ്, നിവൃത്തികേട് കൊണ്ട് എല്ലാവരും അംഗീകരിക്കേണ്ട അവസ്ഥ വന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യം വെച്ചാല്, ഇപ്പൊ നമ്മൾ വർത്തമാന കാലഘട്ടം, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും, നമ്മളൊരു കല്യാണം കഴിച്ചൊരു വീട്ടിൽ പോകുന്നൊരു പെൺകുട്ടിയാണെങ്കിലും, ഏതൊക്കെ മേഖലയിലുണ്ടെങ്കിലും നമ്മൾ ഇടപെടുന്ന മേഖലയിൽ നമ്മൾ 100% സത്യസന്ധമായി, ആത്മാർത്ഥമായി, നമ്മളുടെ കഴിവ് അറിവനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളോട് അസൂയുള്ള ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മളോട് എതിർപ്പുള്ളവർ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പലതരത്തിൽ നമ്മളെ കുറ്റപ്പെടുത്തൽ, എതിർപ്പുകൾ, വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ എടുക്കാതെ നമ്മളുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്ക് മാത്രം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. കാരണം അദ്ദേഹം ചെയ്ത് അത്, നമ്മൾ ഒരു കല്യാണം കഴിച്ച് നമ്മളൊരു വീട്ടിലേക്ക് എത്തുന്ന ഒരു മരുമകളാണെങ്കിൽ ആ കുട്ടി അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ അമ്മായിമ്മ, നാത്തൂൻ, ഭർത്താവ്, വീട്ടുകാർ, പല രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും ഇത്തരം വിഷയങ്ങൾ അനുഭവം. ഇപ്പോൾ നമ്മൾ സ്ഥാപനങ്ങളാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും എതിർപ്പുണ്ടാവും. നമ്മൾ സത്യസന്ധമായി, ആത്മാർത്ഥമായിട്ട് നമ്മളുടെ ചിന്ത 100% റൈറ്റായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അവസാനം നമ്മളെ ഉറപ്പായിട്ട് നമുക്ക് അംഗീകാരം കിട്ടും, നമ്മൾ അംഗീകരിക്കും, ലോകം നമ്മൾ അംഗീകരിക്കും, സമൂഹം നമ്മൾ അംഗീകരിക്കും, വീട് നമ്മൾ അംഗീകരിക്കും. ഇതാണ് അതിന്റെ പോയിന്റ്. അല്ല, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ മൻമോഹൻ സിംഗിനെ മരിച്ചതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മരിക്കണേക്കാളും മുന്നേ ഇപ്പൊ ഈ മൻമോഹൻ സിംഗിന്റെ ഈ ഒരു സംഭവത്തില് മരിച്ചു കണ്ട അങ്ങോരെല്ലാരും പോയിട്ട് അങ്ങോരൊന്നും അറിയണില്ലല്ലോ. മരിക്കണേക്കാളും മുന്നേ ഇപ്പോഴുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അവിടെ ചരിത്രത്തില് അങ്ങനെ അദ്ദേഹം ചെയ്ത ഒരു വിഷയത്തെ പറ്റി, ഇന്ത്യ സാമ്പത്തികമായി എന്താ പറയാ, അത്ര ദരിദ്രമായ അവസ്ഥയിൽ നിന്നിരുന്ന ഇന്ത്യ, ആ ഇന്ത്യയെ കരകൈ കയറിയത് ചരിത്രപരമായൊരു സത്യമാണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പരസ്യമായിട്ട് ആളെ അംഗീകരിച്ചില്ലെങ്കിലും എല്ലാവർക്കും അറിയുന്നൊരു സത്യമായിരുന്നു.
അതുകൊണ്ട് അദ്ദേഹത്തെ പരസ്യമായി അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പരസ്യമായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, ഉദാരവൽക്കരണ നയം, ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങളായിട്ടുള്ള ബന്ധം, ആഗോളതലത്തിലെ ഇന്ത്യയുടെ ഇടപാടുകൾ, ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ നയങ്ങളും നിലപാടുകളും കൊണ്ട് രാജ്യത്തിന്റെ അന്തസ്സ് ഉയർത്തുകയും സർവ്വമേഖലയിലും രാജ്യത്തിന് വല്ലാത്തൊരു കടക്കണിയിലേക്ക് പോയിരുന്ന രാജ്യത്തിന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ ജനങ്ങളും ഉള്ളിലുണ്ടായിരുന്നെങ്കിലും പരസ്യമായിട്ട് പറയാൻ തയ്യാറായിരുന്നില്ലാത്തൊരു അവസ്ഥ. പക്ഷെ അത് നിവൃത്തികേടുകൊണ്ട് എല്ലാവരും പരസ്യമായിട്ട് അംഗീകരിക്കേണ്ട അവസ്ഥ വന്നു. ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ ഉന്നതമായ ഒരു അവസ്ഥയാണ്. കാരണം ആരൊക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിൽ പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, ഏത് കാലഘട്ടത്തിൽ ആരൊക്കെ നമ്മളെ വിമർശിച്ചാലും ആരൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും ഏതൊക്കെ തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിലും നമ്മൾ അവർക്കെതിരെ തിരിച്ചു സംസാരിക്കാനോ പ്രതികരിക്കാനോ വർത്താനം പറയാനോ വഴക്കടിക്കാനോ അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കാനോ നിൽക്കാതെ നമ്മളുടെ ജോലിയും വർക്കുമായി മുന്നോട്ട് പോവുക. നമ്മളുടെ ഭാഗത്ത് സത്യമുണ്ട്, നീതിയുണ്ട്, ന്യായം ഉണ്ടെങ്കിൽ കാലം നമ്മളെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മൻമോഹൻ സിംഗ് എന്നാണ് ഞാൻ സ്റ്റാറ്റസിൽ ഉദ്ദേശിച്ചത്. സംഭവം ശരി തന്നെ. ഈ മരിച്ചു കഴിഞ്ഞ അംഗീകാരം കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോഴുള്ള ജീവിച്ചിരിക്കുന്ന ന്യൂ ജനറേഷന് മരിക്കണേക്കാളും മുന്നേ നമുക്ക് അംഗീകാരം നമുക്ക് വീടുകളിൽ നിന്നാണെങ്കിലും സമൂഹത്തിൽ നിന്നാണെങ്കിലും കിട്ടാൻ എന്തെന്നാണ് ചോദ്യം. അല്ലാതെ നമ്മള് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന്, അറിവില്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും തിരുത്താനായിട്ട് സാധിക്കില്ല. കാരണം ഉറങ്ങിക്കെടുക്കുന്നവനെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിച്ചു കെടുക്കുന്നവനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളോട് അസൂയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. നമ്മളുടെ എന്താ പറയാ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ്, നമ്മുടെ ഒരു ചിരി, ഇതെല്ലാം ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടായിരിക്കുന്നു. അവർക്ക് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ നമ്മളുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക ഏതെങ്കിലും ഉള്ള കഴിവുകൾ, ഇതിനോട് താല്പര്യമില്ലാത്ത ആളുകൾ എപ്പോഴും നമ്മളെ വിമർശിച്ചുകൊണ്ടിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, എതിർത്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളെ തന്നെ തിരിച്ചറിയണം. നമ്മളുടെ ശക്തി എന്താണ്, നമ്മുടെ കഴിവ് എന്താണ്, നമ്മളുടെ റേഞ്ച് എന്താണ്, നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം റൈറ്റ് ആണെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല. ആര് നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നമ്മളത് ശരിയാണ്, റൈറ്റ് ആണ് ആണെങ്കിൽ ഉറപ്പായി ഇടപെടുന്ന മേഖലയിൽ മനുഷ്യ മനസ്സുകളുടെ പിന്തുണ നമ്മൾക്ക് ഉറപ്പായിരിക്കുന്നു. കാരണം പരസ്യമായിട്ട് നമ്മൾക്ക് ആളുകൾ എതിർക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കണ്ട. പക്ഷെ നമ്മൾ ശരിയാവണം, നമ്മുടെ മനസാക്ഷി ശരിയായിരിക്കണം. നമ്മുടെ ആരെ മുന്നിലും നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശൈലി, പ്രവർത്തന രീതി, മുന്നിലിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് രാജ്യത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഗുണകരമായി മാറുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊക്കെ മേഖലയിൽ ആരൊക്കെ നമ്മൾ എതിർത്താലും നമ്മൾ അന്തിമമായിട്ട് നമ്മൾ വിജയിക്കും. സത്യത്തിൻ്റെ കൂടെയാണ് ദൈവം നിൽക്കുള്ളൂ, സത്യമാണ് ദൈവം. അതുകൊണ്ട് ആ ഒരു രീതി നമ്മളുടെ കുടുംബങ്ങളിലാണെങ്കിലും സമൂഹങ്ങളിലാണെങ്കിലും എന്താ പറയുക സ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മൾ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുക. അതാണ് നമ്മൾ മൻമോഹൻ സിംഗ് പഠിക്കാനുള്ള കാര്യം. ഞങ്ങളുടെ ഇതിൽ ക്രിസ്ത്യാനികളുടെ ഇതിൽ മഹാത്മാരായ ആളുകളെ പറ്റിയൊക്കെ പുണ്യാളന്മാരെന്ന് പറയും. ക്രിസ്തുവിൻ്റെ പാത കാരണം വെച്ച് കഴിഞ്ഞാൽ സഹിക്കുക, ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, എന്തു വന്നാലും സഹിച്ച് ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്ത് അവരുടെ അറിവില്ലായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകാന്ന് പറയും. എന്ന രീതിയിലായിരുന്നു മൻമോഹൻ സിംഗിന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സ്റ്റാറ്റസിൽ ഇടുകയും ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കണ്ടിട്ട് കുറെ പേർക്ക് എന്തെങ്കിലും അറിവ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ.